നീ സാവധാനം തിരികെ ദറാപ്പൂക്കിലേക്ക് പോയി അവിടെ നിന്ന് ദാർച്ചനിലേക്ക് മടങ്ങുന്ന ടീമിനൊപ്പം ചേരൂ എന്നും നിർദ്ദേശം നൽകി. കൺനിറയെ ഒഴുകുന്ന കണ്ണീരോടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമായി ആ നിമിഷം എനിക്ക് അനുഭവപ്പെട്ടു. നമ്മൾ മനുഷ്യർ കണക്ക് കൂട്ടുന്നത് പോലെയല്ല ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. കരഞ്ഞുകൊണ്ട് തളർന്നുപോയ മനസ്സുമായി ദിറാപ്പൂക്കിലേക്ക് തിരികെ നടന്നിറങ്ങിയ എനിക്ക് മുന്നിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വലിയ പ്ലാൻ തന്നെയാണ് ഭഗവാൻ കാത്തുവച്ചിരുന്നത്. നമസ്കാരം. കൈലാസ തീർത്ഥത്തിന്റെ 13-ാം അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയത് പരിക്രമണ പാതയിലെ ആദ്യ ദിനത്തിലെ കഠിനമായ കാൽനട യാത്രക്കിടയിൽ തണുത്ത ഹിമാലയൻ കാറ്റേറ്റ് വഴിയരികിലിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന ആ നിമിഷത്തിലാണ്. അതെ, ആ ലഞ്ചിന് ശേഷം വീണ്ടും ഞങ്ങൾ കാൽനടയായി യാത്ര തുടർന്നു. കല്ലും മണ്ണും നിറഞ്ഞ ഒട്ടും എളുപ്പമല്ലാത്ത ആ ഹിമാലയൻ പാതയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. വഴിയരികിൽ ഉയർന്ന മലനിരകളും തണുത്തുറഞ്ഞ അരുവികളും ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നു എന്ന് പറയാം. കിലോമീറ്ററുകളോളം നീണ്ട ശരീരത്തെ തളർത്തുന്ന ആ കാൽനട യാത്രയ്ക്കൊടുവിൽ വൈകുന്നേരത്തോടെ ഞങ്ങൾ ആ വിശുദ്ധ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു, ദിറാപ്പൂക്ക്. ദിറാപ്പൂക്കിൽ കാലുകുത്തിയ ആ നിമിഷം മണിക്കൂറോളം ഞങ്ങൾ അനുഭവിച്ച സകല യാത്രാക്ഷീണത്തെയും കാലുകളിലെ വേദനകളെയും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാക്കുന്ന ആ അത്ഭുത കാഴ്ച അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൈലാസ പർവ്വതത്തിന്റെ വടക്കേ മുഖം. ദിറാപ്പൂക്കിൽ ഞങ്ങൾ തങ്ങിയ ഡോർമെറ്ററി ഗസ്റ്റ് ഹൗസിന്റെ തൊട്ടു മുന്നിലായി കണ്ണെത്തും ദൂരത്ത് വടക്കേ മുഖം ഞങ്ങൾക്ക് വളരെ ഗാംഭീര്യത്തോടെ ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. ഭാരതീയ ആത്മീയ സങ്കല്പത്തിൽ കൈലാസത്തിന്റെ വടക്കേ മുഖത്തിന് വിവരണാതീതമായ പ്രാധാന്യമാണ് ഉള്ളത്. സാക്ഷാൽ പരമശിവൻ തപസ്സു ചെയ്യുന്ന ആദിനാഥന്റെ സന്നിധിയായ വടക്കേമുഖം കൺകുളിർക്കെ കാണാനും പ്രണമിക്കാനും കഴിഞ്ഞത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായും അനുഗ്രഹവുമായാണ് ഞങ്ങൾ കാണുന്നത്. കൈലാസത്തിന്റെ വടക്കേ മുഖത്തെ സ്വർണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പലപ്പോഴും സ്വർണ്ണ നിറത്തിലുള്ള കൈലാസം ദൃശ്യമാകുന്നതും വടക്കേ മുഖത്താണ്. ഇനി അതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കൈലാസത്തിന്റെ 4 മുഖങ്ങളെ 4 തരം ലോഹങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വജ്രങ്ങൾ കൊണ്ടൊക്കെ വിശേഷിപ്പിക്കുന്ന പതിവുണ്ട്. അപ്പം അതിൽ വടക്കുംനാഥൻ നമ്മുടെ സനാതന ധർമ്മികളെ സംബന്ധിച്ചിടത്തോളം വടക്കേ മുഖത്തിനാണ് ഏറെ പ്രാധാന്യമുള്ളത്. വടക്കേ മുഖത്ത് തന്നെയാണ് നമ്മൾ ചരൺ സ്പർശി പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ കാലത്ത് ഇപ്പം നമ്മുടെ ബാച്ചുകളിലൊക്കെ പലപ്പോഴും നമുക്ക് കാലത്ത് ഏർലി മോർണിംഗിൽ പ്രത്യേകിച്ച് മഞ്ഞോ മഴയില്ലാത്ത സമയങ്ങളാണെന്നുണ്ടെങ്കിൽ പുറപ്പെടുന്നതിന് മുമ്പ് സുവർണ കൈലാസത്തിൻ്റെ ഒരു ദർശനം കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഇതിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് അസംശയം തോന്നും, പകൽ സമയത്ത് അത്രയും കറുത്ത നിറത്തിൽ നിൽക്കുന്നൊരു പർവ്വതം എങ്ങനെയാണ്, കറുപ്പും വെളുപ്പും നിറത്തിൽ നിൽക്കുന്ന ഒരു പർവ്വതം എങ്ങനെയാണ് സുവർണ നിറത്തിലേക്ക് പൂർണ്ണമായും മാറുന്നത് നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അത് സുവർണമാവാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ 2ാമത്തെ ക്യാമ്പ്, ആദ്യ ദിവസ പരിക്രമണത്തിൻ്റെ ക്യാമ്പ് അവസാനിക്കുന്ന ദിറാപ്പൂക്കിലാണ്. ദിറാപ്പൂക്കിൻ്റെ മുമ്പിലാണ് ഈ പറയുന്ന വടക്കേ മുഖം നമുക്ക് ദൃശ്യമാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ക്യാമ്പുകളിൽ ബാഗൊക്കെ വെച്ചതിന് ശേഷമാണ് ആൾക്കാർ ചരൺ സ്പർശിന് വേണ്ടിയിട്ട് കൈലാസത്തിൻ്റെ അടുത്തേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയാറുള്ളത്, നിങ്ങൾക്ക് എത്ര പോകാൻ പറ്റുന്നു അത്രയ്ക്ക് മാത്രമേ അടുത്തേക്ക് പോകാവൂ. പിന്നെ കൈലാസം നിങ്ങൾ ഭഗവാൻ അനുവദിക്കുന്ന ഒരു ദൂരമുണ്ട്. ആ ദൂരം കൊണ്ട് തൊഴുതു പോരുക എന്നുള്ളതാണ് വടക്കേ മുഖത്ത് നമ്മൾ ചെയ്യുന്ന ചരൺ സ്പർശം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല ആചാര്യന്മാരും പറയുന്നത്
തെക്കേ മുഖവും പടിഞ്ഞാറേ മുഖവും വടക്കേ മുഖവും കണ്ടാൽ നമുക്ക് യാത്ര അവസാനിപ്പിക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഡോൾമ പരിക്രമണം ചെയ്യാതെ തിരിച്ചു പോയി കൊണ്ടുവരുന്ന ടീമുകളുമുണ്ട്. അപ്പോൾ പൂർണ്ണമായി പരിക്രമണം ഇല്ല, ചെയ്യാൻ പറ്റാതെ വരുന്ന ആൾക്കാർക്കും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വടക്കേ മുഖം കൂടി കാണാമെന്നുണ്ടെങ്കിൽ 3 മുഖം കണ്ടാൽ തന്നെ ശിവൻ പൂർണ്ണമായെന്നും പറയാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. 4ാമത്തെ മുഖം നമുക്ക് വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ. കാണുകയാണെങ്കിൽ തന്നെ മറ്റുള്ള മുഖങ്ങളെ പോലെ പരന്ന മുഖമല്ല, അതൊരു ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ടു കിടക്കുന്ന മുഖമാണ് കിഴക്കേ മുഖം വരുന്നത്. അതിൻ്റെ വശക്കാഴ്ച മാത്രമേ നമുക്ക് സാധിക്കൂ, നേർക്കാഴ്ച സാധിക്കാറില്ല. അപ്പോൾ വടക്കേ മുഖത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരുന്നത് വടക്കേ മുഖം കണ്ട് തൊഴാനാണ്, വടക്കുംനാഥനെ കണ്ട് തൊഴാനാണ്. അപ്പോൾ വടക്കുംനാഥനെ കണ്ട് തൊഴുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമാണ് യാത്രയിൽ. എന്താണ് യാത്രയുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഇപ്പൊ കൈലാസത്തിന്റെ വടക്കേ മുഖം കണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എന്താണ് അനുഭവിക്കാൻ സാധിക്കുന്നത്? പറയാൻ പറ്റാത്തൊരു അനുഭൂതി. കാരണം പൂർവജന്മ പുണ്യം, ആര് ചെയ്ത പുണ്യമാണെന്നറിയില്ല. ഇത്രയും നല്ലൊരു ദർശനം നമുക്ക് തന്നത്, കാലാവസ്ഥയും എല്ലാം അനുയോജ്യമായിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാനിത് കാണുന്നു. ഇതുപോലെ ഈ ദർശനം തന്നെ, ഇതുപോലത്തെ ഒരു ദർശനം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയില്ല. അത്ര നല്ല ദർശനം കിട്ടി, സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. നമുക്കൊപ്പം വേണുചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടാ, മാസ്ക് ഒക്കെ മാറ്റിയാൽ ആളുകൾക്ക് മുഖമൊക്കെ കാണാം. ഓക്കെ, എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ? നമുക്കറിയാം വലിയൊരു ആത്മീയമായൊരു പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു എനർജിയൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ തണുപ്പിലെല്ലാം ഉപരി നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. എത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്? നാട്ടിൽ നിന്ന് വന്ന മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ആ ആഗ്രഹം സാക്ഷാത്കരിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടാതെ മഹാദേവൻ ഈ യാത്രയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സ്വപ്നത്തിൽ കാണിച്ചു തന്നിരുന്നു. അതേ രൂപം തന്നെ ഞാനിവിടെ കാണാനും ഇടയായി. അതാണ് എനിക്കുള്ള അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു ദർശനം ലഭിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ കാണുന്നത് യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ കാണുക എന്നൊക്കെ പറയുന്നത്. അതെ, മുന്നിൽ കണ്ടത് സ്വപ്നത്തിൽ കണ്ട അതേ യാഥാർത്ഥ്യം തന്നെ യാഥാർത്ഥ്യമായിട്ട് ഈ മുന്നിൽ കണ്ടു. അത്രമാത്രമാണ് ശംഭു മഹാദേവൻ. ദുബായിൽ നിന്ന് കൈലാസ യാത്രയ്ക്ക് വേണ്ടി എത്തിയ സ്മിത ചേച്ചി ഒരുപാട് ദൂരം താണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു. പക്ഷെ അതൊക്കെ മറികടന്ന് അവസാനം നമ്മുടെ ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ? അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇത്രയും ക്ലിയർ ദർശനം അത് സാധ്യമാക്കി തന്ന ഭഗവാനും എന്താ പറയുക, ഒരുപാട് പേരോട് നന്ദിയുണ്ട്. നമ്മുടെ പൂർവികരോട്, നമ്മുടെ കുടുംബത്തിൽ എന്നെ അതിനെ പ്രാപ്തമാക്കിയ പൂർവികരോട്, എൻ്റെ അച്ഛനും അമ്മയോടും, പിന്നെ നമ്മളുടെ ഓരോരുത്തരും നമ്മളത്രയും കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ദീദി ആയാലും 27ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷെ ദീദി അതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ആ ബിഹേവിയർ. നമ്മൾ അന്നൊരു ദിവസം എല്ലാവരും സാഹചര്യത്തെ സമയത്ത് വയ്യാതിരുന്നപ്പോൾ ഓരോരുത്തരെയും പോയി ടേക്ക് കെയർ ചെയ്ത് നമ്മളുടെയൊക്കെ റൂമിൽ ഭക്ഷണം കൊണ്ടു തന്ന് കഴിച്ച ആ പാത്രമെല്ലാം എടുത്തുകൊണ്ട് പോയി. അത്രയും ഹമ്പിളായിട്ടുള്ള, അപ്പോൾ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പിറ്റേ ദിവസം കാലത്തും വയ്യല്ലോ എന്ന് പറഞ്ഞ് ചായയൊക്കെ കൊണ്ടു തരിക. അപ്പോൾ അത്രമാത്രം നമ്മൾ എന്താ പറയുക, 100% നമുക്ക് മനസ്സ് നിറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല, വാക്കുകൾ പറഞ്ഞത് ഇതാവാൻ പറ്റുന്നില്ല. അത്രമാത്രം നമ്മൾ പറയും കൈലാസത്തിലേക്ക് എത്തുന്ന നമ്മളല്ല ഒരിക്കലും കൈലാസ പരിക്രമണം കഴിഞ്ഞ് തിരിച്ചു പോവുക എന്ന് പറയും. ആ ഒരു മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു തുടങ്ങിയോ? ഉറപ്പായിട്ടും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. കൈലാസത്തിലേക്ക് എത്തുമ്പോൾ ഓരോരുത്തർ വികാരഭരിതരായി മാറുമ്പോൾ ചിലർ നിർവികാരരായി തുടരുകയാണ്. ഇതെല്ലാം കൈലാസനാഥൻ തരുന്ന അനുഗ്രഹം തന്നെയാണ്, നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൂടിയാണ്. ഈ 1ാം ദിന ട്രക്കിങ്ങിൽ ഓരോ ഭാരതീയ തീർത്ഥാടകനും മനസ്സുകൊണ്ട് ഏറ്റവും കൊതിക്കുന്നത് ചരൺ സ്പർശ് സാധ്യമാകുമോ എന്ന് അറിയാനാണ്.
കൈലാസ പർവ്വതത്തിന്റെ പാദങ്ങളിലേക്ക് അഥവാ അടിവാരത്തിലെ മഞ്ഞുപാറകളിലേക്ക് നേരിട്ട് കടന്നു ചെന്ന് സാക്ഷാൽ പരമശിവന്റെ പാദങ്ങളിൽ തൊട്ടുതൊഴുന്ന അതിപവിത്രമായ ആത്മീയ അനുഭൂതിയാണ് ചരൺ സ്പർശ്. സാധാരണ ദിവസങ്ങളിൽ സാഹസികരായ യാത്രികർ ദിറാപൂക്കിൽ നിന്നും ഈ കഠിനമായ പാതയിലൂടെ മുകളിലേക്ക് കയറി ചരൺ സ്പർശിൽ എത്താറുണ്ട്. പക്ഷേ ഞങ്ങളുടെ യാത്ര സാഗാദാവ ഫെസ്റ്റിവലിന് സമയത്തായതിനാൽ അവിടുത്തെ ചൈനീസ് അധികൃതരും ടിബറ്റൻ ഗൈഡുകളും ചരൺ സ്പർശ് മേഖലയിലേക്ക് യാത്രികർ പോകുന്നതിന് കടുത്ത വിലക്കും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഭാഗ്യവശാൽ ഞങ്ങൾക്കൊപ്പം പോയ കുറച്ച് യാത്രികർക്ക് അത് സാധിച്ചു എന്നത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും അതിൻ്റെ വിഷ്വൽ പരിമിതികൾ ഉള്ളതുകൊണ്ട് പഞ്ചകൈലാസികളായ മധുചേട്ടനും മുരളിച്ചേട്ടനും കഴിഞ്ഞ തവണ ചരൺ സ്പർശിൽ പോയ ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. Namaskaram. I am Madhusudanan Menon from Tirthayatra. I came here leading the first batch after 2019. We are 25 people. Everybody got darshan. Luckily, we both had 2 Panch Kailasis. Me and Mr. Mulidran was lucky enough to reach over here at the foothills of Kailash Parvat. This is the most divine moment of our life. We are standing, nothing is in between Kailash Parvat and us. Mr. Murli Menon is becoming a Panch Kailashi today. So that is an auspicious occasion for him too. We don't know what goodness we have done in this life, because whatever we remember is not sufficient for us to reach here and stand here in front of Mahadev, Shambhu Mahadev, Parvate Pate, Har Har Mahadev. പക്ഷേ ആ വലിയ ആത്മീയ സന്തോഷത്തിനിടയിലും ശാരീരികമായി ഞങ്ങൾ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ദിറാപൂക്കിലെത്തിയതോടുകൂടി ഭൂരിഭാഗം തീർത്ഥാടകർക്കും അതിശക്തമായ തലവേദനയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു തുടങ്ങി എന്ന് പറയാം. സന്ധ്യ മയങ്ങിയതോടുകൂടി അന്തരീക്ഷ താപനില ക്രമാതീതമായി താഴേക്ക് പതിക്കാൻ തുടങ്ങി. രാത്രിയോടെ തണുപ്പ് -15 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. 5 ലെയറുള്ള അതിശക്തമായ തണുപ്പ് പ്രതിരോധ വസ്ത്രങ്ങൾ ധരിച്ചിട്ടും കയ്യുറകളും കാലുറകളും ഇട്ടിട്ടും ഡോർമെറ്ററിക്കുള്ളിൽ ഭാരമേറിയ ബ്ലാങ്കറ്റുകൾക്കടിയിൽ കിടന്നിട്ടും തണുപ്പ് കൊണ്ടുള്ള മരവിപ്പായിരുന്നു ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടത്. ആ തണുപ്പ് കാരണം ഉറങ്ങാൻ പോലും കഴിയാത്ത, ശ്വാസം എടുക്കാൻ പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളാണ് അവിടെ നേരിടേണ്ടി വന്നത്. ആ അതികഠിനമായ രാത്രി കൈലാസനാഥന്റെ നാമം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഓരോ തീർത്ഥാടകരും ഉറങ്ങിയത്. എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തില്? സന്തോഷമൊന്നും പറഞ്ഞാൽ പറയാൻ പറ്റാത്തതാണ്. ഇത്രയും ഇനി ജീവിതത്തിൽ ഇനി ഇതിലും കൂടുതൽ ഒരു സന്തോഷം കിട്ടാനില്ല. ഭഗവാന്റെ കാലിൻ്റെ അടിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതിലെ കൂടുതൽ ജീവിതത്തിൻ്റെ എല്ലാ അഭിലാഷങ്ങളും സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ഒരു നിമിഷത്തില് തോന്നുന്നത്? വാക്കുകളില്ല പറയാൻ, പ്രകടിപ്പിക്കാനുള്ള വാക്ക് കിട്ടണില്ല. ഭഗവാൻ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. നമ്മൾ പ്ലാൻ ചെയ്തത് ചാർദാനിലേക്കായിരുന്നു. പക്ഷേ എന്തോ ഒരു സന്ദർഭത്തിൽ ഇവിടെ ചാൻസ് കിട്ടി, വരാനുള്ള ചാൻസ് കിട്ടി. നിയോഗമാണ്, ഭഗവാൻ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് വിളിച്ചു തന്നെയാണ് ഭഗവാൻ. എത്രത്തോളം സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി എത്രത്തോളാണ് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. 12ഓ 13ഓ വയസ്സിൽ ഉള്ളിൽ കയറിയ ഒരു ആഗ്രഹമാണ്. അത് പെട്ടെന്നാണ് അത് സഫലമായത്. കാരണം അടുത്തുനിന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ തന്നെ ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞു എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ. വാക്കുകൾ കൊണ്ട് ആ സന്തോഷം വരണം, ഇനിയും പറ്റുമെങ്കിൽ വരും. കുറേ യാത്ര ചെയ്തിട്ടുണ്ട്, ആദി കൈലാസം, ഓം പർവ്വത്, ചാർധാം. പക്ഷെ എല്ലാത്തിൽ നിന്നും ഓരോ യാത്രക്കും വ്യത്യസ്തമായ എക്സ്പീരിയൻസാണ്.
പ്രത്യേകിച്ച് ഒരു ദിവസം നമ്മളെല്ലാവരും തന്നെ വല്ലാതെ ടയേർഡാവും. പക്ഷേ പിറ്റേ ദിവസം അതിനെ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹമായിരിക്കണം, എനർജി ഒരു ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, നല്ല വലിയ അനുഗ്രഹമാണ് നമ്മളെ, നല്ലൊരു പുണ്യം കിട്ടിയെന്ന് പറയാം. സഖയിലൊക്കെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ വീണ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടത്തൊക്കെ നമ്മൾ പൂർവാധികം എനർജിയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ യാത്രയിലൂടെ നീളയില്ലേ? അത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഇതുവരെ വരാൻ പറ്റുന്നുള്ള ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ജീവിതത്തിൽ. അത് ഭഗവാൻ സാധിച്ചു തന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം മാത്രം, ഭഗവാന്റെ അനുഗ്രഹം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സൗഹൃദത്തിന്റെ കൂടെ യാത്രയാണ് ഇവര് തമ്മിൽ ഒരുപാട് യാത്രകൾ. കുംഭമേള ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഫാമിലി ഓഫ് പ്രയാഗ. ഞങ്ങളൊരു ചാർധാം യാത്രയിൽ പരിചയപ്പെട്ടതാണ് ഞങ്ങൾ മൂന്നുപേരും. ചേച്ചി കുംഭമേളയിൽ നമ്മളെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് ചാർധാം, ആദി കൈലാസ്, സിപ്തി വാലി, കുംഭമേള, അങ്ങനെ തുടർച്ചയായ യാത്രകളിൽ ഞങ്ങളുടെ ഒരു ടീം ഒപ്പം തന്നെയുണ്ട്. ഒരാൾ അറിയുമ്പോൾ അടുത്ത ആൾ അറിയിക്കും, പറ്റുന്നവരെല്ലാവരും ജോയിൻ ചെയ്യും. കൈലാസത്തിലേക്ക് വരിക എന്നുള്ളത് എൻ്റെ ഒരു ജന്മ അഭിലാഷമായിരുന്നു. പക്ഷേ എൻ്റെ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റു തടസ്സങ്ങൾ കൊണ്ടും ഒരിക്കലും നടക്കില്ല എന്ന് പൂർണ്ണമായും കരുതിയിരുന്നതാണ്. അപ്പം ഈ തീർത്ഥയാത്രയുടെ MD മധുവായിട്ട് സംസാരിച്ചപ്പോഴാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ഹെൽത്ത് പ്രശ്നമൊന്നും ഇല്ല, തീർച്ചയായിട്ടും വരാൻ പറ്റുമെന്ന് തീരുമാനിച്ചത്. അന്ന് തീരുമാനിച്ചതാണ്. മനസ്സിലുണ്ടായിരുന്ന ഭഗവാന്റെ രൂപം തന്നെ ദർശിക്കാൻ ഒരു തടസ്സവുമില്ലാതെ കഴിഞ്ഞു എന്നുള്ളത് മുജന്മ സുഹൃതമായിരിക്കും. എന്തായാലും ഒരിക്കലും എൻ്റെ ജന്മത്തിൽ സഫലമാകില്ല എന്ന് കരുതിയിരുന്നൊരു കാര്യമാണ് എനിക്കിന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ സമ്പത്തിനേക്കാളും എല്ലാ അനുഭവങ്ങളെക്കാളും ഇതിലപ്പുറം മറ്റൊരു അനുഭവമില്ല. പൂർണ്ണമായും തൃപ്തരാണ്. അങ്ങനെ തണുത്തുറഞ്ഞ രാത്രിക്ക് വിട നൽകി പിറ്റേന്ന് പുലർച്ചെ ഞങ്ങൾ കണ്ണു തുറന്നു. കൈലാസ പരിക്രമണത്തിലെ ഏറ്റവും ദുർഘടവും അതിനിർണായകവുമായ 2ാം ദിനം ഇവിടെ ആരംഭിക്കുകയാണ്. 2ാം ദിനത്തിലെ യാത്ര എന്നാൽ ഒരു സാധാരണ ട്രക്കിംഗ് അല്ല. സമുദ്രനിരപ്പിൽ നിന്നും 18,600 അടി മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഡെഡ് സോൺ എന്ന് വിളിക്കപ്പെടുന്ന ഭീതിജനകമായ ഡോൾമ പാസ് കടന്നു പോകേണ്ട ദിവസമാണ് ഇത്. ആകെ 22 കിലോമീറ്ററോളം ദൂരമാണ് അന്ന് നടന്നു തീർക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 6 കിലോമീറ്ററോളം തികച്ചും കുത്തനെയുള്ള കഠിനമായ കയറ്റമാണ്. അതുകഴിഞ്ഞാൽ പാർവതി ദേവിയുടെ ഗൗരികുണ്ട് വഴിയുള്ള അപകടകരമായ അതികഠിനമായ ഇറക്കവും. ഈ ഒരു ഘട്ടത്തിൽ കൈലാസയാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പരിക്രമണത്തിന്റെ 1ാം ദിനം പൂർത്തിയാകുമ്പോൾ തന്നെ തീർത്ഥാടകർക്ക് കൈലാസത്തിന്റെ 3 പ്രധാന മുഖങ്ങളും ദർശിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ കടുത്ത ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസോ ശ്വാസതടസ്സമോ കാരണം 2ാം ദിനത്തിലേക്ക് കടക്കാൻ കഴിയാത്തവർക്ക് ദിറാപുക്കിൽ നിന്നും ദാർച്ചനിലേക്ക് മടങ്ങാൻ ഔദ്യോഗികമായ ഒരു ഓപ്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിലെ ചില അംഗങ്ങൾക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഓക്സിജന്റെ കുറവും മൂലം ഇനി മുന്നോട്ട് പോകുന്നത് ജീവന് തന്നെ അപകടമാണ് എന്ന ഒരു അവസ്ഥ വന്നു. അതിനാൽ അവർ പരിക്രമണം പകുതിയിൽ വെച്ച് നിർത്തി ദാർച്ചനിലേക്ക് തിരികെ മടങ്ങാൻ തീരുമാനിച്ചു. ആത്മീയ ആഗ്രഹങ്ങളെക്കാൾ സ്വന്തം ശരീരത്തിന്റെ പരിധികൾ മനസ്സിലാക്കുക എന്നതും ഈ യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിലും വലിയൊരു വിഭാഗം ആളുകൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് യാത്ര തുടരാൻ തന്നെ ഉറപ്പിക്കുന്നതും നമ്മൾ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ 2ാം ദിനം രാവിലെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഉണർന്ന് യാത്രയ്ക്കായി സജ്ജരായി. ലളിതമായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം പതിവ് പോലെ ഞങ്ങളുടെ ഷെർപ്പകൾ പോകുന്ന വഴിയിൽ കഴിക്കാനുള്ള ഉച്ചഭക്ഷണം കയ്യിൽ തന്നു. ദിറാപുക്കിൽ വെച്ച് ഏതൊരു ഭക്തനും കൊതിക്കുന്ന ഒരു അപൂർവ കാഴ്ചയുണ്ട്. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ വടക്കേ മുഖത്ത് പതിക്കുമ്പോൾ മഞ്ഞുപാളികൾ സ്വർണം പോലെ തിളങ്ങി നിൽക്കുന്ന സ്വർണ്ണ കൈലാസ ദർശനം.
ദ ഗോൾഡൻ കൈലാഷ്. പക്ഷേ കാൽനടയായി പോകുന്ന ഞങ്ങൾക്ക് ഡോർമ പാസ് സമയബന്ധിതമായി കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കൊടുമുടിയിൽ കാലാവസ്ഥ വഷളാകാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്വർണ്ണ കൈലാസ ദർശനത്തിനായി കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാലാവസ്ഥ മോശമാകുന്നതിന് മുൻപ് ഡോർമ പാസ് കടക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പരിഗണന. എന്നാൽ കുതിരകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ആ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. അവരുടെ യാത്ര കാൽനട യാത്രക്കാരെക്കാൾ ഒരല്പം കൂടി വേഗത്തിലായതിനാൽ അവിസ്മരണീയമായ ആ സ്വർണ്ണ കൈലാസ ദർശനം കൺകുളിർക്കെ കാണാൻ അവർക്ക് സാധിച്ചു. ഞങ്ങൾ പ്രാർത്ഥനയോടെ കൈലാസനാഥനെ മനസ്സിൽ ധ്യാനിച്ച് കാൽനടയായി ആ കഠിന കയറ്റത്തിലേക്ക് അടിയെടുത്തു വെക്കുകയും ചെയ്തു. പക്ഷേ വിധി ഞങ്ങൾക്ക് മുന്നിൽ കരുതി വെച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു എന്ന് പറയാം. ദിറാപോക്കിൽ നിന്നും കഷ്ടിച്ച് 2-3 കിലോമീറ്റർ മാത്രം മുന്നോട്ട് നടന്നപ്പോൾ എനിക്ക് തികച്ചും അപ്രതീക്ഷിതമായി വലിയൊരു തിരിച്ചടി ഉണ്ടാവുകയായിരുന്നു. അതിശക്തമായ ശ്വാസമുട്ടൽ എന്നെ പിടികൂടാൻ തുടങ്ങി. ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ നെഞ്ചിൽ വലിയൊരു ഭാരം അമർത്തുന്നത് പോലെയാണ് തോന്നിയത്. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറവായതായിരിക്കാം കാരണം. അങ്ങനെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ ഞാൻ വഴിയരികിലെ തണുത്ത പാറക്കെട്ടിലിരുന്നു. എൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മധുചേട്ടൻ എൻ്റെ അടുത്തേക്ക് എത്തി. എൻ്റെ മുഖത്തെ മരവിപ്പും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കണ്ട മധുചേട്ടൻ എന്നോട് നീ ഇനി ഒരടി പോലും മുകളിലേക്ക് വരരുത് എന്ന് പറഞ്ഞു. ഇത് വളരെ അപകടമാണ് എന്നും നീ സാവധാനം തിരികെ ദറാപൂക്കിലേക്ക് പോയി അവിടെ നിന്ന് ദർശനിലേക്ക് മടങ്ങുന്ന ടീമിനൊപ്പം ചേരൂ എന്നും നിർദ്ദേശം നൽകി. ആ വാക്കുകൾ കേട്ടതും എനിക്ക് നെഞ്ച് തകർന്നു പോകുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. ഇത്രയും ദൂരം ഇത്രയും മാസങ്ങളുടെ ആഗ്രഹത്തോടും കഷ്ടപ്പാടുകളോടും കൂടി വന്നിട്ട് സാക്ഷാൽ കൈലാസനാഥന്റെ പാദങ്ങളിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് ആ മഹാപരിക്രമണം പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് തിരികെ പോകേണ്ടി വരിക എന്ന് പറയുന്നത് എന്നെ തകർത്ത് കളയുന്ന ഒരു ചിന്തയായിരുന്നു. എൻ്റെ കൂടെയുണ്ടായിരുന്ന മധുചേട്ടനും വിഷ്ണുവും പ്രാർത്ഥനയോടെ കയറി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ ഞാൻ ആ വഴിയരികിൽ തളർന്നിരിക്കുകയായിരുന്നു. കൺനിറയെ ഒഴുകുന്ന കണ്ണീരോടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമായി ആ നിമിഷം എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു തളർന്ന ശരീരവും തകർന്ന മനസ്സുമായി ഞാൻ സാവധാനം താഴെ ദിറാപൂക്ക് ബേസ് ക്യാമ്പിലേക്ക് മടങ്ങാൻ തുടങ്ങി. വഴിമധ്യേ എന്നെ മറികടന്ന് ആവേശത്തോടെ മുകളിലേക്ക് പോകുന്ന മറ്റു സഹയാത്രികരെ കണ്ടപ്പോൾ ഉള്ളിലെ സങ്കടമെല്ലാം അടക്കാനാകാതെ നിറകണ്ണുകളോടെ അവരോട് ബായി പറഞ്ഞ് ഞാൻ അടിവാരത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഒരു പക്ഷേ എൻ്റെ കൈലാസയാത്ര ഇവിടെ അവസാനിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത ആ നിമിഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആഗ്രഹിച്ചു വന്ന ആ മഹാപരിക്രമണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടക്കയാത്രയുടെ ബസ്സിൽ കയറേണ്ട അവസ്ഥയാണോ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ന തോന്നലായിരുന്നു മനസ്സിൽ മുഴുവനും എന്ന് പറയാം. ഞാനില്ലാതെ ഈ യാത്ര എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിഷ്ണുവും ചിന്തിച്ചിരുന്നത് എന്ന് തോന്നുന്നു. ഞങ്ങളിൽ ഏൽപ്പിച്ച ആ ദൗത്യം എങ്ങനെയാണ് ഇനി പൂർത്തീകരിക്കുക എന്നത് വലിയൊരു ചോദ്യമായി തന്നെ നിന്നു. പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ അത് സ്വാഭാവികമാണ് എന്ന തോന്നൽ ഞങ്ങളെ സമാധാനിപ്പിക്കുകയായിരുന്നു. നമ്മൾ മനുഷ്യർ കണക്ക് കൂട്ടുന്നത് പോലെയല്ല ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. സാക്ഷാൽ പ്രപഞ്ചനാഥന് ഓരോരുത്തരെ കുറിച്ചും കൃത്യമായ മറ്റു ചില പദ്ധതികളുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് തളർന്നുപോയ മനസ്സുമായി ദിറാപൂക്കിലേക്ക് തിരികെ നടന്നിറങ്ങിയ എനിക്ക് മുന്നിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വലിയ പ്ലാൻ തന്നെയാണ് ഭഗവാൻ കാത്തുവെച്ചിരുന്നത്. അതെ, കൈലാസനാഥൻ ഞങ്ങൾക്കായി കരുതി വെച്ച ആ വലിയ അത്ഭുതം എന്തായിരുന്നു എന്നും തുടർന്നുള്ള പരിക്രമണം എങ്ങനെ സംഭവിച്ചു എന്നും അടുത്ത അധ്യായത്തിൽ അറിയാം. നമസ്തേ.